വെൽക്കം ടു ASAP. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, നമ്മളിന്ന് തുടങ്ങാൻ പോകുന്നത് പുതിയ ഒരു സീരീസുമായിട്ടാണ്. 8ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും സോഷ്യൽ സയൻസിൻ്റെ ഹിസ്റ്ററിയുടെ SCRT ഭാഗങ്ങൾ നമ്മളിന്ന് മുതൽ ചർച്ച ചെയ്യാൻ ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ 1ാമത്തെ യൂണിറ്റായ അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്ന പാഠഭാഗത്തിലെ അല്പം ചില കാര്യങ്ങളാണ്. അതിൽ ഒന്നാമതായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലേക്കുള്ള കടന്നുവരവിനെ കുറിച്ചാണ്. എങ്ങനെയാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിലോട്ട് വരാനുണ്ടായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അതിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്നതിനെ കുറിച്ചാണ് നമ്മൾ ആദ്യമായിട്ട് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യമായിട്ട് അതിലുള്ളത് പോർച്ചുഗീസുകാരുടെ കടന്നുവരവിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അതിൽ നോക്കൂ, 15ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ യൂറോപ്പിൽ നിന്ന് കിഴക്ക് ദിശയിലേക്കുള്ള ഒരു സമുദ്രപാത കണ്ടെത്തുന്നതിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഉണ്ട്. എന്തെല്ലാം പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് നമ്മുടെ യൂറോപ്യൻസിനെ ഇന്ത്യയിലോട്ട് അല്ലെങ്കിൽ കിഴക്കൻ ദിശയിലേക്ക് നയിക്കാനുണ്ടായ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ഘടകമാണ് യൂറോപ്യർ കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും കൈവരിച്ച സാങ്കേതിക പുരോഗതിയാണ്. ഒന്നാമത്തെ കാരണം. നമുക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് പല ചോദ്യങ്ങളും പല സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ആയിട്ടുള്ള ചോദ്യങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് യൂറോപ്യർ കപ്പൽ നിർമ്മാണത്തിലും അതുപോലെ തന്നെ കപ്പൽ യാത്രയിലും കൈവരിച്ച സാങ്കേതിക പുരോഗതിയാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഭൂമിശാസ്ത്ര പരിജ്ഞാനത്തിൽ ഉണ്ടായിട്ടുള്ള വളർച്ചയാണ്. അതായത് അവർക്ക് എങ്ങനെയാണ് ഒരു ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കേണ്ടത് എന്നുള്ള ഒരു നോളജ് അല്ലെങ്കിൽ ഒരു അറിവ് അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ കാരണം ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന കോമ്പസ് അതുപോലെ തന്നെ ഭൂപട നിർമ്മാണം എന്നിവയിലുണ്ടായ പുരോഗതിയായിരുന്നു മൂന്നാമത്തെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നാലാമത്തെ കാരണം പുതിയ പ്രദേശങ്ങളിലെയും അവിടുത്തെ സമ്പത്തിനെയും കുറിച്ച് സഞ്ചാരികളുടെ യാത്രാ വിവരണങ്ങൾ പകർന്ന അറിവായിരുന്നു നാലാമത്തെ കാരണം എന്ന് പറയുന്നത്. കാരണം യൂറോപ്യന്മാർ വരുന്നതിന് മുമ്പ് ഇന്ത്യയിലോട്ട് പല സഞ്ചാരികളും ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഗ്രന്ഥങ്ങളിലൂടെ അവരുടെ കൃതികളിലൂടെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് അല്ലെങ്കിൽ സ്പൈസസിനെ കുറിച്ച് സുഗന്ധ വ്യഞ്ജനങ്ങളെ കുറിച്ച് അവരുടെ കൃതികളിലൂടെ രചിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കൃതികൾ വായിച്ചറിഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ള അറിവായിരുന്നു നാലാമത്തെ ഘടകം എന്ന് പറയുന്നത്. അതായത് സഞ്ചാരികളുടെ യാത്രാ വിവരങ്ങളിൽ നിന്ന് പകർന്ന അറിവായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഈ യൂറോപ്യൻസിനെ കിഴക്കൻ ദിശ പ്രത്യേകിച്ച് ഇന്ത്യയിലോട്ട് വരാൻ നയിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന്. അഞ്ചാമത്തെ ഘടകം നോക്കൂ, യൂറോപ്പിൽ കുരുമുളകടക്കമുള്ള ഏഷ്യൻ ഉൽപ്പന്നങ്ങൾക്കുണ്ടായിരുന്ന കച്ചവട സാധ്യതയായിരുന്നു. അതായത് നമ്മുടെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളം ഉൾപ്പെടെയുള്ള സദേൺ ഏരിയയിലായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, കുരുമുളകടക്കമുള്ള സ്പൈസസ് കൂടുതലായിട്ടും ഉണ്ടായിട്ടുണ്ടായിരുന്നത്. യൂറോപ്പിൽ അവരുടെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് അനുസരിച്ച് അവിടെ കുരുമുളക് അതുപോലെ തന്നെ അത്തരം സ്പൈസസ് ഒന്നും വളരില്ല. അപ്പോൾ കുരുമുളക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറായിരുന്നു. കാരണം അവർക്ക് ഭക്ഷണത്തിൽ പാകം ചെയ്യുന്നതിനും മറ്റു പല ആവശ്യങ്ങൾക്കും അവർ ഈ സ്പൈസസ് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ ഈ കുരുമുളക് അടക്കമുള്ള ഏഷ്യൻ ഉൽപ്പന്നങ്ങൾക്കുണ്ടായിരുന്ന കച്ചവട സാധ്യതയായിരുന്നു യൂറോപ്യന്മാരെ ഇന്ത്യയിലോട്ട് നയിച്ച പ്രധാനപ്പെട്ട കാരണങ്ങളിൽ അല്ലെങ്കിൽ ഘടകങ്ങളിൽ ഒന്ന്. മറ്റൊന്നാണ് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തത്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കച്ചവട മേഖലയായിരുന്നു ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത്. ഈ കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു ആറാമത്തെ കാരണമായിട്ടുള്ളത്. അപ്പോൾ 6 കാരണങ്ങളാണ് നമ്മൾ യൂറോപ്യന്മാരെ ഇന്ത്യയിലോട്ട് നയിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങൾ കാരണങ്ങളായിട്ട് നമ്മൾ കാണുന്നത്. അതിൽ അവസാനത്ത് നമ്മൾ നോക്കൂ, തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയതാണ്. അപ്പോൾ എന്താണ് ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് നോക്കാം നമുക്ക്. യൂറോപ്പിലും ഏഷ്യക്കും ഇടയിലുള്ള ഒരു പ്രധാന കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത്. ഇതുവഴിയാണ് യൂറോപ്പും ഏഷ്യയും തമ്മിൽ കരമാർഗം വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നത്. വളരെ ശ്രദ്ധിക്കണം. അതായത് കരമാർഗത്തിലൂടെ വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നത് ഈ ഒരു കോൺസ്റ്റാന്റിനോപ്പിൾ വഴിയാണ്. ഈ കോൺസ്റ്റാന്റിനോപ്പിൾ ആണ് എന്ത് ചെയ്യുന്നത്, 1400
1453 തുർക്കികൾ എന്ത് ചെയ്യുന്നത്, ഇവിടം പിടിച്ചെടുക്കുകയും ഇതുവഴിയുള്ള യൂറോപ്യരുടെ വ്യാപാരം തടയുകയും ചെയ്തു. തുടർന്ന് പുതിയ പാത കണ്ടെത്തുന്നതിന് യൂറോപ്യന്മാർ നിർബന്ധമായി. അപ്പോൾ ഇതായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, കടൽ മാർഗം യൂറോപ്യൻസിന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇന്ത്യയിലോട്ട് വരാനുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകമായി തീർന്നിട്ടുണ്ടായിരുന്നത്. കാരണം അതുവരെ അവർ കോൺസ്റ്റാന്റിനോപ്പിളിലൂടെയായിരുന്നു അവർ പല കച്ചവടങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. തുർക്കികൾ ഇത് പിടിച്ചടക്കിയതോടുകൂടി ഇവർക്ക് എന്ത് ചെയ്തു, ആ മാർഗത്തിലൂടെ കോൺസ്റ്റാന്റിനോപ്പിളിലൂടെ കച്ചവടം ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളതായി മാറി. അതുകൊണ്ടാണ് അവർ പിന്നീട് കടൽ മാർഗത്തിലൂടെ പിന്നെ എന്ത് ചെയ്യുന്നത്, വ്യാപാര ബന്ധത്തിലേക്ക് തിരിയാനുള്ള കാരണമായി തീർന്നത്. നോക്കൂ, കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യരാണ് ആരെന്ന് പറയുന്നത്, പോർച്ചുഗീസുകാരെന്ന് പറയുന്നത്. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസുകാരനാണ് ആര്, വാസ്കോ ഡ ഗാമ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ഒരുപാട് റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യനുമാണ്. നോക്കൂ, ഇനി അടുത്തത് 1498 കോഴിക്കോടിന് സമീപമുള്ള കാപ്പാട് എന്ന സ്ഥലത്താണ് വാസ്കോ ഡ ഗാമ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അക്കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരി രാജവംശമായിരുന്നു. അതായത് ആ കാലഘട്ടത്തിൽ വാസ്കോ ഡ ഗാമ കോഴിക്കോട് കാപ്പാട് തീരത്തെത്തിയപ്പോൾ സാമൂതിരി രാജവംശമായിരുന്നു കോഴിക്കോട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അറബികളായിരുന്നു കോഴിക്കോടുമായുള്ള വിദേശ വ്യാപാരം ആ കാലത്ത് നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം, ആദ്യമായിട്ട് വന്ന യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാരെന്ന് പറയുന്നത്. അതായത് പോർച്ചുഗീസുകാരല്ല ആദ്യമായിട്ട് കേരളത്തിലേക്ക് എത്തിയ വിദേശികൾ എന്ന് പറയുന്നത്. അതിനു മുമ്പ് തന്നെ ആരെത്തിയിട്ടുണ്ട്, അറബികളായിട്ടുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അറബികളായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഈ കോഴിക്കോടുമായിട്ടുള്ള വിദേശ വ്യാപാര ബന്ധത്തിൽ പുലർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് വാസ്കോ ഡ ഗാമ. വാസ്കോ ഡ ഗാമയാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, യൂറോപ്പിലെത്തിയ ആദ്യ പോർച്ചുഗീസുകാരൻ എന്നറിയപ്പെടുന്നത്. നമുക്ക് ഇതിൽ ഉറുമി എന്ന് പറയുന്ന പൃഥ്വിരാജിന്റെ ഒരു സിനിമയുണ്ട്. ആ സിനിമയിൽ വാസ്കോ ഡ ഗാമ പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ പോർച്ചുഗലിൽ നിന്ന് വരുന്ന ആ ഒരു കോഴിക്കോട്ടേക്ക് വരുന്ന അതൊക്കെ വളരെയധികം വിഷ്വൽ പ്രസന്റേഷനിൽ നമുക്കത് കാണാനൊക്കെ കഴിയും. അപ്പോൾ കാണുന്ന പിന്നെ ഉറുമി എന്ന് പറയുന്ന സിനിമ കാണാത്തവരൊക്കെ ഒന്ന് കാണുക. അപ്പോൾ അതിലൂടെ നമുക്ക് വാസ്കോ ഡ ഗാമ ഇന്ത്യയിലോട്ട് വരുന്ന ആ രംഗങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അടുത്ത് നോക്കൂ, അവരെ പുറത്താക്കി പോർച്ചുഗീസുകാർക്ക് വ്യാപാര അനുമതി നൽകണമെന്നുള്ള ഗാമയുടെ ആവശ്യം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, സാമൂതിരി അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതായത് അറബികളെ പുറത്താക്കി തങ്ങൾക്ക് വേണം വ്യാപാരത്തിന്റെ അനുമതി എന്ന് ആര് പറയാണ്, അതായത് പോർച്ചുഗീസുകാര് വാസ്കോ ഡ ഗാമ സാമൂതിരിയോട് ആവശ്യപ്പെടുകയാണ്. പക്ഷെ ഇതെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, സാമൂതിരി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഈ ഒരു കാര്യം അംഗീകരിച്ചില്ല. കാരണം അവർ ആദ്യമായിട്ട് വ്യാപാര ബന്ധം പുലർത്തിയിട്ടുണ്ടായിരുന്നത് അറബികളോടായിരുന്നു. അപ്പോൾ അവര് പുറത്താക്കി പോർച്ചുഗീസുകാർക്ക് വ്യാപാര അനുമതി നൽകണമെന്ന ഗാമയുടെ ആവശ്യം സാമൂതിരി എന്ത് ചെയ്തില്ല, അംഗീകരിച്ചില്ല. അതായത് അറബികളെ പുറത്താക്കി അറബികൾക്ക് കൊടുത്തിരുന്ന വ്യാപാര ബന്ധം തങ്ങൾക്ക് നൽകണമെന്ന ഗാമയുടെ ആവശ്യം ആര് അംഗീകരിച്ചില്ല, സാമൂതിരി അംഗീകരിച്ചില്ല. ഇതേ തുടർന്ന് എന്ത് ചെയ്യാണ്, ഗാമ കണ്ണൂരിലെ കോലത്തിരി രാജാവിൽ നിന്ന് വ്യാപാരാനുമതി നേടിയെടുക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ. ഇങ്ങനെ എന്ത് ചെയ്യാണ്, കുരുമുളക് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് അദ്ദേഹം എന്ത് ചെയ്യാണ്, പോർച്ചുഗലിലേക്ക് തന്നെ മടങ്ങി പോവുകയാണ് വാസ്കോ ഡ ഗാമ. ഇനി നോക്കൂ നിങ്ങൾ, തന്റെ യാത്രക്ക് ചിലവായ തുകയുടെ ഏകദേശം 60 ഇരട്ടിയിലധികം മൂല്യമുള്ള ചരക്കുകളുമായാണ് ഗാമ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് താൻ വന്നതിനേക്കാൾ ഇരട്ടി 60 ഇരട്ടിയിലധികം മൂല്യമുള്ള ലാഭവുമായിട്ടാണ് ആര് പോർച്ചുഗലിലേക്ക് അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് പോകുന്നത്, വാസ്കോ ഡ ഗാമ തിരിച്ച് ഇന്ത്യയിൽ നിന്ന് മടങ്ങുന്നത്. 60 ഇരട്ടിയിലധികം മൂല്യമുള്ള ചരക്കുകളുമായിട്ടാണ് ഗാമ എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിൽ നിന്ന് മടങ്ങുന്നത്. അപ്പോൾ ആ സെന്റൻസ് വളരെയധികം ശ്രദ്ധിച്ചു നോക്കുക. കാരണം SCERTയിലുള്ള സെന്റൻസ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാവുന്നതാണ്. ഇനി നോക്കൂ, ഗാമയുടെ യാത്രയിലുണ്ടായ ലാഭം ഇന്ത്യയിലേക്ക് വീണ്ടും കച്ചവട യാത്രകൾ നടത്താൻ പോർച്ചുഗീസുകാരെ പ്രേരിപ്പിക്കുകയാണ്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, സാമൂതിരി പോർച്ചുഗീസുകാർക്ക് വ്യാപാര കുത്തക നൽകിയിട്ടുണ്ടായിരുന്നില്ല. അത് നൽകിയിട്ടുണ്ടായിരുന്നത് ആദ്യം തന്നെ ആർക്ക് തന്നെയായിരുന്നു, അറബികൾക്ക് തന്നെ ആയിരുന്നു. ഇനി നോക്കൂ നിങ്ങൾ, അടുത്തത് പോർച്ചുഗീസുകാർക്ക് ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നത് സാമൂതിരിയുടെ നാവികത്തലവന്മാരായിരുന്ന
കുഞ്ഞാലി മരക്കാർമാരിൽ നിന്നായിരുന്നു. മനസ്സിലാകുന്നുണ്ടല്ലോ? അദ്ദേഹത്തിന്റെ സാമൂതിരിയുടെ സേനാ പടയാളികളായിരുന്നു ഈ കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്നത്, കുഞ്ഞാലി മരക്കാർമാർ എന്ന് പറയപ്പെടുന്നിട്ടുണ്ടായിരുന്നത്. അവരിൽ നിന്നായിരുന്നു വളരെ ശക്തമായ എതിർപ്പ് ആർക്ക് നേരിടേണ്ടി വന്നത്? പോർച്ചുഗീസുകാർക്ക് നേരിടേണ്ടി വന്നത്. 4 പേരാണ് വ്യത്യസ്ത കാലങ്ങളിൽ എന്ത് ചെയ്തിട്ടുള്ളത്? ഈ സ്ഥാനം അലങ്കരിച്ചത്. കുഞ്ഞാലി ഒന്നാമൻ, കുഞ്ഞാലി രണ്ടാമൻ, കുഞ്ഞാലി മൂന്നാമൻ, കുഞ്ഞാലി നാലാമൻ എന്നിങ്ങനെ 4 വ്യത്യസ്ത പേരാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? വ്യത്യസ്ത കാലങ്ങളിൽ ഈ സ്ഥാനം, കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്ന ഈ സ്ഥാനം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? അലങ്കരിച്ചു പോന്നിട്ടുണ്ടായിരുന്നത്. ഇതാണ് കുഞ്ഞാലി മരക്കാർ. ഇദ്ദേഹമാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? സാമൂതിരിയുടെ വളരെ ശക്തനായ നാവികപ്പടയുടെ തലവനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അടുത്ത നോക്കൂ, പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയം കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി മൂന്നാമനായിരുന്നു. ഇത് ഒരു PYQ ക്വസ്റ്റ്യൻ ആണ്. പരീക്ഷയ്ക്ക് മുൻകാലങ്ങളിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അതായത് ചാലിയം കോട്ട പിടിച്ചെടുത്തത് ആരായിരുന്നു എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ ആരാണ്? സാമൂതിരിയുടെ നാവിക തലവനായ കുഞ്ഞാലി മൂന്നാമനായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ചാലിയം കോട്ട പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർ എവിടെ നിന്നാണ് വധിച്ചത്? ഗോവയിൽ നിന്നാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? വധിച്ചത്. വളരെയധികം ശ്രദ്ധിക്കണം. SCRTയിലെ സെന്റൻസുകളാണ് നമ്മൾ ഈ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഒരു പക്ഷേ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ നമുക്ക് വരാവുന്നതാണ്. പുതിയ SCRT ആണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം? വളരെ ഇമ്പോർട്ടൻസ് ആയിട്ട് നമുക്ക് പുതിയ SCRTയിലെ സെന്റൻസുകളാണ് വളരെ ഇമ്പോർട്ടന്റ് ആയി നമ്മൾ ഇതിനെ നോക്കിക്കാണണം. കാരണം ചിലപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കാം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് രൂപത്തിൽ വരുന്നത്. അപ്പോ കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർ എവിടെ നിന്നാണ് വധിക്കുന്നത്? ഗോവയിൽ വെച്ചിട്ടാണ് വധിക്കുന്നത്. നോക്കൂ, കുഞ്ഞാലിമാരുടെ പതനത്തോടെ സാമൂതിരിയുടെ അധപ്പതനവും എന്ത് ചെയ്യാണ്? ആരംഭിക്കുകയാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് പോർച്ചുഗീസുകാരുടെ വരവും ഇന്ത്യയിൽ സൃഷ്ടിച്ച ഫലങ്ങളുമാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്? കശുമാവ് അല്ലെങ്കിൽ പറങ്കിമാവ്, പപ്പായ, പേരക്ക, പൈനാപ്പിൾ തുടങ്ങിയവ പരിചയപ്പെടുത്തുകയുണ്ടായി. അടുത്തതാണ് എന്ത്? ഇന്ത്യയിൽ ആദ്യത്തെ യൂറോപ്യൻ കോട്ട. ഇതും എന്താണ്? PYQ ക്വസ്റ്റ്യൻ ആണ്. മാനുവൽ കോട്ട എവിടെയാണ്? കൊച്ചിയിൽ സ്ഥാപിച്ചു. ആര്? പോർച്ചുഗീസുകാർ. ഓക്കെ അല്ലേ? ഇന്ത്യയിൽ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയായ മാനുവൽ കോട്ട കൊച്ചിയിൽ സ്ഥാപിക്കുന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. അടുത്ത് നോക്കൂ, കൊച്ചി, അതുപോലെ തന്നെ ഗോവ, അതുപോലെ തന്നെ ദാമൻ, അതുപോലെ തന്നെ ദിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസ് ആധിപത്യത്തിന് കീഴിലായി. ഓക്കെ അല്ലേ? അതായത് കൊച്ചി, ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസ് ആധിപത്യത്തിന് കീഴിലായി. അടുത്ത് നോക്കൂ നിങ്ങൾ, അച്ചടി വിദ്യ പ്രചരിപ്പിച്ചു. അതായത് ആദ്യമായിട്ട് അച്ചടി വിദ്യ പ്രചരിപ്പിക്കാൻ തുടങ്ങിയത് ആരായിരുന്നു? ഏത് യൂറോപ്യൻ ശക്തിയാണ്? പോർച്ചുഗീസുകാരാണ്. പ്രിന്റിംഗ് മെത്തേഡ് അല്ലെങ്കിൽ അച്ചടി വിദ്യ പ്രചരിപ്പിച്ചത് ആരാണ്? നമ്മുടെ യൂറോപ്യൻസ്, പോർച്ചുഗീസുകാരാണ്. അടുത്ത് നോക്കൂ, ചവിട്ടുനാടകം, അതുപോലെ തന്നെ മാർഗം കളി തുടങ്ങിയ കലാരൂപങ്ങൾ എന്ത് ചെയ്തു? പ്രചരിപ്പിച്ചു. അടുത്ത് നോക്കൂ, യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണം ആരംഭിച്ചു. അടുത്ത് നോക്കൂ, യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകളും അഭ്യസിച്ചു. പിന്നെന്താണ്? ക്രൈസ്തവ മതപഠന കേന്ദ്രങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഓക്കെ അല്ലെ? ഇതാണ് എന്ത്? പോർച്ചുഗീസുകാർ നമുക്ക് നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട സംഭാവനകൾ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നും കൂടി പറയാം. അതായത് കശുമാവ്, പപ്പായ, പേരക്ക, പൈനാപ്പിൾ തുടങ്ങിയവ പരിചയപ്പെടുത്തി. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട ഏതാണ്? മാനുവൽ കോട്ട. എവിടെയാണ് സ്ഥാപിച്ചത്? കൊച്ചിയിലാണ് സ്ഥാപിച്ചത്. ഏതൊക്കെ പ്രദേശങ്ങളായിരുന്നു ഇവരുടെ അധീനതയിൽ ഉണ്ടായിരുന്നത്? കൊച്ചി, ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങളാണ് ഇവരുടെ അധീനതയിൽ ഉണ്ടായിരുന്നത്. പിന്നെന്താണ്? അച്ചടി വിദ്യ പ്രചരിപ്പിച്ചത് ആരായിരുന്നു? പോർച്ചുഗീസുകാരായിരുന്നു. പിന്നെന്തൊക്കെയാണ്? ഏതൊക്കെ കലാരൂപങ്ങളാണ്? ചവിട്ടുനാടക, മാർഗം കളി എന്നീ കലാരൂപങ്ങൾ. പിന്നെ ഏതൊക്കെയാണ്? യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണങ്ങൾ എന്ത് ചെയ്തു? ആരംഭിച്ചു. പിന്നെന്താണ്? യൂറോപ്യൻ പടക്കപ്പുകളും യുദ്ധമുറകളും അഭ്യസിച്ചു. പിന്നെന്താണ്? ക്രൈസ്തവ മത പഠന കേന്ദ്രങ്ങളും ആരംഭിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് SCRTയിലെ ആദ്യ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് പോർച്ചുഗീസുകാരുടെ കടന്നുവരവുമായി ബന്ധപ്പെട്ടാണ് 8ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് ആദ്യ ഭാഗത്ത് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത്, അടുത്ത ഭാഗത്ത് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്ത് കണ്ട് നമുക്ക് പഠിക്കാനുള്ളത് ഡച്ചുകാരും അതുപോലെ തന്നെ ഫ്രാൻസുകാരും ബ്രിട്ടീഷുകാരും ഒക്കെ ഇന്ത്യയിലോട്ട് വന്നിട്ടുണ്ട്. അവരുടെ ഒരു ഭാഗമാണ് അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത ആ ഭാഗങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത പാർട്ടിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.